Indio TV Editor-in-Chief and the CEO of Aries Group of Companies, Mr. Sohan Roy's literary work titled Anukavyam was published on Wednesday. Anukavyam is a collection of 125 short poems written by Sohan Roy, which deals with various social issues affecting the world. The prestigious ceremony was held at the Aries Plex in Trivandrum in the presence of respected personalities from society. Former Chief Secretary K. Jayakumar IAS handed over the first copy of the book to actor Balchandra Menon. ഈ സമൂഹത്തിലേക്ക് കണ്ണ് തുറന്നിരിക്കുമ്പോൾ, കാത് തുറന്നിരിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദങ്ങളും കാണുന്ന കാഴ്ചകളും കൊണ്ട് ഒരു മനുഷ്യനുള്ള മനുഷ്യത്വം വ്രണപ്പെടുമ്പോൾ, ക്രോധം കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന സ്ഫുലിംഗങ്ങളാണ് സോഹൻ റോയുടെ കവിതകൾ. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പങ്കെടുക്കാനുള്ള കാരണം only reason being മിസ്റ്റർ സോഹൻ റോയ്, ബിക്കോസ് അദ്ദേഹം വളരെ എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു വ്യക്തിത്വമാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ എ പേഴ്സൺ ടു ബി ലൈക്കബിൾ, എസ്പെഷ്യലി ദീസ് ഡേയ്സ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഈ അനുകാവ്യം എന്ന് പറയുന്ന ഒരു പുതിയ മീഡിയമാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ എഫക്റ്റീവായിട്ട് പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ കണ്ടെത്തൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആശയത്തിന് ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു. ഒരുപാട് സമയം എടുക്കുന്ന ഒരു കാര്യമല്ല ഒരു അണുകവിത എഴുതുന്നത്. പക്ഷേ കുറേ നമ്മുടെ ഉള്ളിലേക്ക് കയറണം ആ ഒരു സബ്ജക്റ്റ്, എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്ന സബ്ജക്ട്സ് എന്നെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതികരിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം പ്രതികരിക്കും. The function also witnessed the launch of the latest application, Poetrol, developed by Aries Estrado. Poetrol is an exclusive platform which enables a user to read, upload and share the literary works of people from around the world. Respected members who were present at the function showered their greetings and wishes on Sohan Roy. ശ്രീ സോഹൻ റോയ് അദ്ദേഹം രചിച്ചിട്ടുള്ള 124 കവിതകളുടെ ഈ സമാഹാരം അത് വരാനിരിക്കുന്ന നിരവധി അത്തരത്തിലുള്ള സമാഹാരങ്ങളുടെ തുടക്കമായിട്ട് മാറട്ടെ. വാണിജ്യരംഗത്തും കലാസാംസ്കാരിക രംഗത്തും ഒരുപോലെ തിളങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് അപൂർവമായൊരു സിദ്ധിയാണ്. ആ സിദ്ധി കൈവരിച്ചവരിൽ പ്രമുഖനാണ് സോഹൻ റോയ്. അദ്ദേഹം തൻ്റെ ചിന്തകളും ആശയങ്ങളും വളരെ ചുരുക്കി ഒരു കവിതാ സമാഹാരമായി ഇറക്കുകയാണ്. ഈ കവിതാ സമാഹാരത്തിൻ്റെ പ്രത്യേകത ഇതിലെ ഓരോ കവിതയും ചെറിയ കവിതകളാണ് എന്നുള്ളതാണ്. കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് ആശയങ്ങൾ പറഞ്ഞു തീർക്കലാണ് പ്രാവീണ്യം എന്ന് പറയുന്നത്. അണുകാവ്യം എന്നുള്ള ഹ്രസ്വമായി നമ്മളൊക്കെ പണ്ടത്തെ കാലത്ത് പറയും ഹൈക്കു കവിതകൾ എന്ന് പറയും. ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇന്ന് ഈ ഒരു കവിതാ സമാഹാരം തുടങ്ങിയ ശ്രീ സോഹൻ റോയ് അഭിനന്ദിക്കുന്നു. അണുകാവ്യം പ്രകാശനം ചെയ്ത വേളയിൽ ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും സോഹൻ ചേട്ടന് വേണ്ട ഭാവങ്ങൾ നേരാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അണുകാവ്യം ഇനിയും വളർന്ന് ഒരുപാട് അണുകാവ്യങ്ങൾ ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ്. ഇനിയും ധാരാളം കവിതകൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. My prayers and all the best wishes for my Sohan Roy. Let his book be read and known to all people of all different styles because it contains everything. My prayers, all the best. സോഹൻ റോയുടെ കവിതകൾ ഞാൻ കുറേ വായിക്കാൻ സമയം കിട്ടിയുള്ളൂ. വളരെ ഹൃദ്യമായിട്ടുള്ള ഒരുപക്ഷെ കുഞ്ഞുണ്ണി കവിതകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഏറ്റവും ചെറിയ കവിതകൾ കൊണ്ട് തീർച്ചയായിട്ടും വലിയൊരു വഴിയിലേക്കാണ് സോഹൻ റോയ് ഇറങ്ങുന്നത്. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് അദ്ദേഹം ഏതെല്ലാം മേഖലകളിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സാഹിത്യത്തിൻ്റെ ലോകത്തെ ജീവിത അനുഭവങ്ങളുടെ ലോകത്തുകൂടി ഒക്കെ സഞ്ചരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഞങ്ങളുടെ നാടിന് ഒരഭിമാനമാണ്. ഈ ഒരു ഉദ്യമം വളരെ ഫലവത്തായി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും അദ്ദേഹത്തിൻ്റെ തൂലിക ഇനിയും ശക്തവും ഇതുപോലെയുള്ള അർത്ഥവത്തായ കവിതകൾ എഴുതി മലയാളികളെ സന്തോഷിപ്പിക്കട്ടെ. അതിനുള്ള അവസരം അദ്ദേഹത്തിന് ഈശ്വരൻ നൽകട്ടെ. ആക്ച്വലി ഈ അണു കവിതകൾ ഒരു മെഹഫിലിൽ പാടാനുള്ളതാണ്. ശരിക്കും ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നിയതാണ്. അത് വരും കാലങ്ങളിൽ അത് തീർച്ചയായും ഇത് ആലപിക്കാനുള്ളതാണ്. കാര്യം ചെറിയതായതുകൊണ്ട് നമുക്കിതിനെ ഇംപ്രവൈസ് ചെയ്ത് ഇത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ പറ്റും. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഐഡിയ. അത് റിയലി അപ്രിഷിയേറ്റ് സോഹൻ ജി. വളരെ ചെറിയ വരികളിലൂടെ എത്രയോ വലിയ ഒരു ആശയമാണ് അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. ഇന്നിപ്പോൾ അത് ഇത്രയും വലിയൊരു ബുക്കായി ഒരു പ്രസിദ്ധീകരിക്കുന്നു. അതിൻ്റെ ഒരു മൊബൈൽ ആപ്പായി വീണ്ടും അത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഒരു വലിയ നല്ല കാര്യമാണ്. അണുകാവ്യമായതുകൊണ്ട് 2 വാക്ക്. പ്രിയ സോഹൻ റോയ്, അഭിനന്ദനങ്ങൾ. എത്തേണ്ടിടത്ത് ഇത് എത്തട്ടെ.
എത്തേണ്ട മനസ്സുകളിൽ ഇത് എത്തട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു. ഈ സോഹൻ റോയിയെ കേരളത്തിന്, പ്രത്യേകിച്ച് എൻ്റെ അയൽപക്കത്തുള്ള സ്ഥലത്തിന് നൽകിയ ജഗദീശ്വരന് 1000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കവിതയും നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത് താഴ്ന്ന നിലത്തെ നീരോടു തപസ്സിരുന്നേ പൂവിരിയൂ എന്നുള്ളതാണ്. ജോലി സമയത്തിൻ്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ സർഗസഭയിലേക്ക് തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ ഞാൻ എൻ്റെ സുഹൃത്തിനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ തീർച്ചയായിട്ടും നമ്മളോട്, നമ്മളുടെ വർത്തമാനത്തോട് വർത്തമാനം പറയുന്ന കവിതകളാണ്. ആ കവിതകൾ നിങ്ങൾ വായിക്കുക. നല്ലൊരു വായനാനുഭവം നിങ്ങൾക്കുണ്ടാകും എന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഫേസ്ബുക്ക് വഴി ഇത് കാണുമ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നിയിരുന്നു. എൻ്റെ തൊട്ടടുത്ത് പുനലൂരിൽ നിന്നുള്ള അദ്ദേഹത്തിനെ ഒരു അസൂയയോടെയാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. വളരെയധികം സന്തോഷം. ഈ അണുകാവ്യം വായിച്ചപ്പോൾ തോന്നിയൊരു കാര്യം സദസ്സായിട്ട് പങ്കിടാൻ പറ്റിയതിൽ സന്തോഷം. പണ്ട് പാണ്ഡ്യസഭയിൽ വള്ളുവർ എന്നൊരു പണ്ഡിതൻ എഴുതി 4 വരി കവിതകൾ. അത് കുറലെന്നറിയപ്പെട്ടു. അത് അന്നത്തെ പാണ്ഡ്യസഭ തള്ളിക്കളഞ്ഞു. പക്ഷേ അത് പിന്നീട് തിരക്കുറലായി തിരുവള്ളുവറായി മാറി. അതേപോലെ സോഹൻ റോയ്ക്കും പിന്നീട് ഇത് പ്രശസ്തിയും ബഹുമാനവും എത്തിക്കുമെന്ന് ഷുവറായിട്ട് വിശ്വസിക്കുന്നു. ഈ അണുകാവ്യം മലയാള സാഹിത്യ ലോകത്ത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇതിലെ മുഴുവൻ കവിതകളും ഞാൻ വായിച്ചതാണ്. ആ വായനയുടെ പിന്നാമ്പറങ്ങളിൽ അതിൻ്റെ അനുഭവങ്ങളിലൂടെ, അതിൻ്റെ വിമർശനങ്ങളിലൂടെ ഒക്കെ ആ കവിത തേച്ചുമിനുക്കപ്പെട്ട് നിങ്ങളുടെ ആസ്വാദകരുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ബാല്യകാല സുഹൃത്ത്, എൻ്റെ പ്രിയപ്പെട്ട സോഹൻ, നിൻ്റെ അണുകാവ്യത്തിന് മലയാളത്തിൻ്റെ വായന ഇടങ്ങളിൽ 1000 ഇടം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇന്നാണ് സാറ് പറഞ്ഞ പോലെ ആദ്യമായിട്ട് സാറിനെ ഞാൻ കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നെ എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്ത തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, എല്ലാവർക്കും തിമിരം ബാധിച്ചിട്ടില്ല എന്ന് എനിക്കിപ്പോഴാണത് മനസ്സിലായത്. കാരണം നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തു, അതിനുവേണ്ടിയുള്ളൊരു അംഗീകാരം, യഥാർത്ഥത്തിൽ കലാകാരന് ഒരു അംഗീകാരം ചെയ്തതിനുള്ള ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. അപ്പോൾ അത് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഈ അവസരം എന്നെ ഇവിടെ ഈ വേദിയിൽ എത്തിച്ചേനും. ഒരു ഭാരത പൗരൻ എന്ന് പറഞ്ഞാൽ പോലെ ഒരു വിശ്വപൗരൻ. കാരണം അദ്ദേഹം പ്രതികരിക്കുന്ന വിഷയങ്ങൾക്ക് സീമകളില്ല. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വരികൾ നിർഗളമായി അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പിറക്കട്ടെ. ഇന്നിവിടെ ഒരു പുസ്തക പ്രകാശനമാണ് നിർവഹിച്ചിരിക്കുന്നത്. ഏരീസ് ഗ്രൂപ്പ് നടത്തുന്ന വിവിധ പരിപാടികളിൽ പ്രവർത്തനങ്ങളുടെ ഒരു പുതിയ രൂപം കൂടിയാണ്. തീർച്ചയായും ഇതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നഗരസഭയുടെ ഭാഗത്തു നിന്നുമുണ്ട് എന്നുള്ള ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. News Team, Indiewood TV.